രോഹിതേട്ടാ, കണ്ണൂർ എം പി കെ സുധാകരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അദ്ദേഹം പാർട്ടിക്കൊപ്പമാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്, കുടുംബവും വീടും ഒന്നും നോക്കിയിട്ടില്ല, എല്ലാ കാലത്തും പാർട്ടിക്കൊപ്പമാണ്, കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ്. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരികെ വന്നു എന്നും ഇനി തിരികെ ഡൽഹിയിലേക്ക് ഇല്ല എന്നും ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് എന്നുമുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഒരു വിഭാഗം അണികളെല്ലാം ആവശ്യപ്പെടുന്നത് കെ സുധാകരൻ എന്ന നേതാവ് കണ്ണൂരിൽ തന്നെ മത്സരിക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നൊക്കെയാണ്. പക്ഷേ കേരളം ഒന്നാകെ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തിന് കെ സുധാകരൻ മത്സരിക്കണം, ഈ പ്രായത്തിൽ എന്തിന് വീണ്ടും അധികാര കൊതിയുമായി വരുന്നു എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കെ സുധാകരൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? കെ സുധാകരൻ മാത്രമല്ല, നിലവിൽ കേരളത്തിൽ നിന്ന് എംപിമാരായിരിക്കുന്ന 3 പേർ അല്ലെങ്കിൽ 4 പേർ മത്സരിക്കുമ്പോൾ ഫൈനൽ ലിസ്റ്റ് ഇറങ്ങുമ്പോൾ അതിലുണ്ടാകും. ഞാൻ ഈ നിലപാട് മത്സരിക്കില്ല എന്ന് ഏത് പാർട്ടി, എന്ത് പാർട്ടി, എവിടുത്തെ പാർട്ടി? ഇത് കോൺഗ്രസ് ആണ്, UDF ആണ്. ഈ സംവിധാനത്തിൽ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് വലിയ സ്ഥാനമാനങ്ങളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. നമുക്ക് ഇന്നിപ്പോ എന്തുകൊണ്ടാണ് സുധാകരനിലേക്ക് മാത്രമേ ചർച്ച കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇന്നിപ്പോ ശിവഗിരി മഠം SNDPക്ക് വേണ്ടി വന്നിരുന്ന് പോഴത്തരം പറയാൻ വെള്ളാപ്പള്ളി നടേശൻ ഇല്ലാത്തത് കൊണ്ടാകാം ശിവഗിരി മഠം കൃത്യമായി അവരുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. മഠം പറയുന്നത് ഈഴവ സമുദായങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന UDF ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മഠം ലക്ഷ്യം വെക്കുന്നത് ഈഴവ സമുദായങ്ങളിലെ കോൺഗ്രസ് നേതാവായ ശിവഗിരി മഠവുമായി ചേർന്ന് നിൽക്കുന്ന അടൂർ പ്രകാശനും അല്ലെങ്കിൽ കെ സുധാകരനെയും പോലെയുള്ളവരെയൊക്കെ തന്നെയാണ് അവർ ഉന്നം വെച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇതൊരു സാമുദായിക സന്തുലനത്തിന് വേണ്ടി ഇത് അനിവാര്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. നോക്കൂ, കെ ബാബുവാണ് SNDP അല്ലെങ്കിൽ ഈഴവ സമുദായ അംഗമായി കഴിഞ്ഞ തവണ UDF MLA-മാരിൽ ഉണ്ടായിരുന്നു. ആ ബാബു ഇത്തവണ മത്സരിക്കാത്ത സാഹചര്യത്തിൽ അവിടേക്ക് നിർദ്ദേശിക്കപ്പെടുന്ന പേര് M. ലിജുവിൻ്റെതൊക്കെയാണ്. M. ലിജു ഈഴവ സമുദായ അംഗമാണെങ്കിലും 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ള എത്ര സ്ഥാനാർത്ഥികളെ ഈഴവ സമുദായത്തിൽ നിന്ന് മത്സരിപ്പിക്കുന്നു എന്നുള്ളതാകാം ഒരുപക്ഷെ ശിവഗിരി മഠം ലക്ഷ്യം വെക്കുന്നു. തൃപ്പൂണിത്തുറയിൽ M. ലിജു പുതിയ ആളാണ്. അവിടെ വിജയ സാധ്യതകൾ കണ്ട് അറിയുക തന്നെയാണ്. ബാബുവായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ജയിച്ചതായിരുന്നു. അടൂർ പ്രകാശൻ കെ സുധാകരനും കോന്നിയിലും കണ്ണൂരിലും മത്സരിച്ചാൽ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. പക്ഷേ UDF-നെ അതിനെ പിന്നോട്ട് വലിക്കുന്നത് പിന്നീട് വരാൻ പോകുന്ന, അതായത് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നു, UDF അധികാരത്തിലേക്ക് വരുന്നു എന്ന് വെക്കുക. UDF അധികാരത്തിലേക്ക് വന്നാൽ ഉടനെ തന്നെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വന്നാൽ ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ പരാജയം സംഭവിച്ചാൽ അതിന് മറുപടി കേരള ഘടകം UDF പറയേണ്ടി വരും, അല്ലെങ്കിൽ കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഘടകകക്ഷികളോട് പോലും ഒരുപക്ഷെ മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകും. UDF അധികാരത്തിലെത്തി UDF-ൻ്റെതായി വരുന്ന മുഖ്യമന്ത്രി ആര് തന്നെ ആയാലും ഒരു 2 മാസങ്ങൾക്കപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അയാളുടെ പിടിപ്പുകേടാണ് ഈ പരാജയത്തിന് കാരണം എന്ന് വേണമെങ്കിൽ ഒരു പക്ഷെ പറഞ്ഞേക്കാം. അതെ, കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോ അവിടെയുള്ള കുറച്ച് ആൾക്കാർ, എന്റെ കുടുംബത്തിലുള്ളവരുൾപ്പെടെ പറഞ്ഞ കെ സുധാകരനെ പറ്റി സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് ഈ MPമാർ എന്തിനാണ് മത്സരിക്കുന്നത് എന്നുള്ളത്. അടിയുറച്ച കോൺഗ്രസ് കുടുംബങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള സംസാരം ഉണ്ടാകുന്നുണ്ട്. എന്തിന് MPമാർ മത്സരിക്കുന്നു, മറ്റുള്ളവർക്ക് അവസരം കൊടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. കെ സുധാകരൻ തുല്യം കെ സുധാകരൻ മാത്രമാണ്. അടൂർ പ്രകാശിന് തുല്യം അടൂർ പ്രകാശ് മാത്രമാണ്. ഷാഫി പറമ്പിലിന് തുല്യം ഷാഫി പറമ്പിൽ മാത്രമാണ്. അങ്ങനെ MPമാരുടെ പേരുകൾ പറഞ്ഞു പോയാൽ അവർക്ക് തുല്യം അവർ മാത്രമാണ്. ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കുന്ന, അല്ലെങ്കിൽ ഷാഫി പറമ്പ് കോഴിക്കോട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന എഫക്റ്റ് മറ്റേതെങ്കിലും ഒരു പുതുമുഖമോ ഒരു പ്രമുഖ നേതാവോ മത്സരിച്ചാൽ കിട്ടും. ഇപ്പോൾ കണ്ണൂരിൽ കെ സുധാകരന് സീറ്റ് കൊടുക്കാതെ സുധീരൻ വലിയ നേതാവാണല്ലോ, ഈഴവ സമുദായംഗമാണല്ലോ, സുധീരന് സീറ്റ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കൂ. സുധീരൻ കണ്ണൂരിൽ പോയി നിയമസഭയിലേക്ക് മത്സരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സുധീരനെ പോലെ ആദർശം പറയുന്ന ഒരു സൈലന്റ് രാഷ്ട്രീയക്കാരൻ മത്സരിച്ചാൽ എന്താകും സ്ഥിതി? ഒരുപക്ഷെ 3ാം സ്ഥാനത്തേക്കൊക്കെ പോയേക്കാം. സുധീരനെ ചെറുതായി കാണുന്നതല്ല. ആ രാഷ്ട്രീയ ഭൂമികയ്ക്ക്, ഉത്തര മലബാറിന്റെ ആ രാഷ്ട്രീയ ഭൂമികയ്ക്ക് കണ്ണൂരില് ചുവപ്പിന്റെ രാഷ്ട്രീയത്തിനൊരു വല്ലാത്ത മേൽക്കോയ്മയുള്ള കണ്ണൂരിന്റെ മണ്ണിൽ, ചുവപ്പെന്ന് പറയുന്നത് അവരുടെ കൊടിയിലെ ചുവപ്പല്ല കേട്ടോ, ചോരച്ചുവപ്പാണ്, ചോരയുടെ കളർ എന്നാണ് ഞാൻ പറയുന്നത്. ബോംബിന്റെയും കത്തിയുടെയും വടിവാളുകളുടെയും രാഷ്ട്രീയം പറയുന്നൊരു ഭൂമികയായിരുന്നു. എന്നാൽ ഇന്നത് സൈലന്റ് ആണെങ്കിലും ആയുധങ്ങളുടെ ഒന്നും മൂർച്ച കുറഞ്ഞിട്ടില്ല. അവിടെ മണ്ണിനടിയിൽ ഒളിപ്പിക്കപ്പെട്ട സ്ഥിതിയിൽ പലയിടങ്ങളിലും പലതും ഉണ്ടാകാം. അങ്ങനെ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ നീ ആരാടാ എന്ന് ചോദിച്ചാൽ ഇത് ഞാൻ ആടാ, കുമ്പക്കുടി സുധാകരനാടാ എന്ന് പറയാൻ കെൽപ്പുള്ള, സുധാകരനോളം കെൽപ്പുള്ള മറ്റ് നേതാക്കന്മാർ യുവതലമുറയിൽ ഉണ്ടായേക്കാം. പക്ഷെ ആ യുവതലമുറയ്ക്ക് ആ ധൈര്യം പകർന്നത് സുധാകരനാണ്. സുധാകരനുണ്ട് എന്ന ധൈര്യമാണ്. ഒരുപാട് നേതാക്കന്മാർ ഇന്ന് കണ്ണൂരിൽ നിന്ന് തല ഉയർത്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ കണ്ണൂരുകാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭൂമിക, രാഷ്ട്രീയ തട്ടകം ആലപ്പുഴയാണ്. അപ്പോൾ സ്വാഭാവികമായും കണ്ണൂരിൽ ഒരു ഇടതുപക്ഷ അനുഭാവി അല്ലാതെ ഒരാൾ
പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം പോലൊരു രാഷ്ട്രീയത്തിൽ. കോൺഗ്രസിന് ബലിദാനികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവിടെ. കൃപേഷും ശരത്ലാലും അടക്കം ഒരുപാട് പേർ കൊന്നെടുക്കപ്പെട്ടവർ. പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറയണം. സുധാകരന്റെ ഭാഷയിൽ പറയാൻ എൻ്റെ ഇടത്തും വലത്തും നിന്ന കുഞ്ഞുങ്ങളെ കൊയ്തെടുത്തവർ, വെട്ടി വീഴ്ത്തിയവർ, അവരോട് സന്ധിയില്ല രാഷ്ട്രീയ പോരിന്റെ പേരാണ് കെ സുധാകരൻ. കെ സുധാകരൻ രാഷ്ട്രീയ ചരിത്രം അദ്ദേഹത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തലമുറയ്ക്ക് ശേഷം പുതിയതായി വരുന്നൊരു തലമുറയ്ക്ക് കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ ആ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ള പേരാണ് കെ സുധാകരൻ. ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കണ്ണൂരിന്റെ കോൺഗ്രസ് രാഷ്ട്രീയം പറയുമ്പോൾ ആദ്യ പേരുകാരൻ കെ സുധാകരൻ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായാലും സുധാകരൻ കണ്ണൂരിൽ പോയിട്ടിറങ്ങിയാൽ കണ്ണൂരിൽ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ മത്സരിക്കണമെന്ന് അണികളും സുധാകരനോടൊപ്പം നിൽക്കുന്നവരും വിശ്വസിക്കുന്നത്. കണ്ണൂരിൽ മറ്റാര് എന്ന് ചോദ്യമുണ്ട്. കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ ഇഷ്ടം പോലെ UDF-നുണ്ട്. അത് KSU മുതൽ അങ്ങ് INTUC വരെയുള്ളവരുണ്ട്. പക്ഷേ 100% വിജയം കൊയ്യണമോ, കണ്ണൂരിൽ ആ ട്രെൻഡ് ഉണ്ടാകണം, അങ്ങനെയെങ്കിൽ സുധാകരൻ ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. ഇത് തന്നെയാണ് പത്തനംതിട്ടയുടെയും അവസ്ഥ. പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിന്റെ വലിയൊരു മേൽക്കോയ്മ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കോന്നി പോലൊരു മണ്ഡലം, അടൂർ പ്രകാശിന് ശേഷം, അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ മത്സരത്തിന് ശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകട്ടെ, KU ജനീഷ് കുമാർ എന്ന് പറയുന്ന DYFI നേതാവിനെ വലിയ രീതിയിൽ വിജയിപ്പിച്ചു കൊടുത്ത മണ്ഡലമാണ്. അവിടെ ഇപ്പോഴും കോന്നിയുടെ മനസ്സിൽ അവരുടെ MLA, അവരുടെ യഥാർത്ഥ MLA അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശത്തിന്റെ മടക്കത്തിന് വേണ്ടി, മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം കോന്നിയിലുണ്ട്. അദ്ദേഹത്തിന്റെയും മനസ്സ് മിടിക്കുന്നത് കോന്നിയിലേക്കാണ്. നമുക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവരൊക്കെ ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വരുന്നത്. ഏതാണ് ആ സാഹചര്യം? മോദി സർക്കാരിന്റെ രണ്ടാം സർക്കാർ താഴെ ഇറക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സിറ്റിംഗ് MLA-മാർ നോക്കൂ, ഇത് ഒരു മനസ്സിന്റെ കൂടി പ്രശ്നമല്ലേ? മനസ്സിന്റെ കൂടി പ്രശ്നമല്ലേ? സ്വന്തം നാട്ടിൽ, അത് ഷാഫി പറമ്പിലിന്റെ ഭാഷയിൽ, ഷാഫി പറമ്പിൽ NDTV കൊടുത്ത ഇന്റർവ്യൂ താങ്കൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ഏതാണ് നിങ്ങളുടെ സേഫ് സോൺ? അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ സേഫ് സോൺ എപ്പോഴും പാലക്കാടാണ്, എൻ്റെ നേറ്റീവാണ്, എൻ്റെ മലയാള ഭാഷയിൽ എനിക്ക് നിയമസഭയിൽ സംസാരിക്കാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ സേഫ് സോൺ. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും സേഫ് സോണിൽ ഇരിക്കേണ്ട ആളല്ല. പാർട്ടി നിർദ്ദേശിച്ചു ലോക്സഭയിലേക്ക് പോകാൻ, മത്സരിച്ചു, ലോക്സഭയിലേക്ക് പോയി, ഇപ്പോൾ അതിൽ കൃത്യമായി ജോലി ചെയ്യുന്നു. നമുക്ക് നമ്മുടെ മുന്നിലും അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ, ചോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതല്ലേ തിരഞ്ഞെടുക്കും. സ്വന്തം നാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? പ്രത്യേകിച്ച് അധികാരം കൂടി കിട്ടും. അധികാരക്കൊതി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണ്, കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും നിയമസഭയിൽ ഉണ്ടെങ്കിൽ അവർ മന്ത്രിമാരായാൽ മോശം ആളുകളാണ്? ഒരിക്കലും. സ്വാഭാവികമായും അവരത് അർഹരാണെന്നേ. പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഒരു ആവശ്യം വന്നപ്പോൾ കയ്യിലിരുന്ന MLA സീറ്റ്, MLA സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് ലോക്സഭയിലേക്ക് പോയി മത്സരിച്ച ആളുടെ പേരല്ലേ അടൂർ പ്രകാശ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നതിന് എന്താണ് തെറ്റ്? ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നതിന് എന്താണ് തെറ്റ്? പക്ഷേ പകരം ഈ പറയപ്പെടുന്ന ലോക്സഭയിലേക്ക് എങ്ങനെ ജയിക്കാമെന്ന സ്ട്രാറ്റജി അവർ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി നോക്കൂ, എല്ലാവരും കളിയാക്കുന്ന ഒരു പേരാണ് കൊടുക്കുന്നൂർ സുരേഷ്. അധികാരമോഹിയാണ് എന്ന് പറയും. 35 വർഷക്കാലങ്ങളിൽ 30 വർഷക്കാലവും MP ആയിരുന്നൊരു മനുഷ്യൻ, അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്നൊരു മനുഷ്യൻ, 30 വർഷക്കാലമൊക്കെ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് വിചാരിച്ചാൽ ഈ കുറ്റം പറയുന്നവരെ കൊണ്ട് പറ്റുമോ? വെറുതെ അങ്ങ് ജയിക്കുമോ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ? ചിറ്റയം ഗോപകുമാർ അടക്കം എത്രയോ പ്രമുഖന്മാർ പലതവണ വന്ന് മത്സരിച്ചു നോക്കി, പരാജയപ്പെടുത്താൻ സാധിച്ചോ? സാധിച്ചില്ല. അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടാകില്ല 5 വർഷക്കാലമെങ്കിൽ 5 വർഷക്കാലം കേരള നിയമസഭയിൽ MLA ആയിരിക്കണമെന്ന്. അതൊരു തെറ്റാണോ? KSU വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് വളർന്നു വന്ന, രാഷ്ട്രീയത്തെ അടുത്തു നിന്നറിയുന്ന ഒരു മനുഷ്യൻ, ഒരു ജീവിതം മുഴുവൻ ജനസേവനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ നിയമസഭയിലേക്കൊന്ന് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, ഒന്ന് മാറി തന്നാൽ എന്താ? ശരി, അദ്ദേഹം മാറുന്നു, നിയമസഭയിലേക്ക് മാറുമ്പോൾ ഒഴിവ് വരുന്ന ലോക്സഭയിലേക്ക് മറ്റാരെങ്കിലും നിന്ന് ജയിച്ചു കാണിച്ചു കൊടുക്കും. പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. മാവേലിക്കര പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ മറ്റൊരു ആൾക്കും UDF-ൽ നിന്ന് വന്ന് നിന്ന് ജയിക്കാനുള്ള സ്വാധീനം ഇന്നത്തെ രാഷ്ട്രീയത്തിലല്ല കൊടുക്കുന്ന സുരേഷൻ അല്ലാതെ. കാരണം അത് സംവരണ മണ്ഡലമായതുകൊണ്ട് സംവരണ വിഭാഗത്തിൽ നിന്ന് ഒരാൾക്കും കൊടുക്കുന്നതിനോളം സ്വീകാര്യത അവിടെ എങ്ങും ലഭിക്കില്ല. എനിക്ക് മുൻ MP രമ്യ ഹരിദാസ്, അവരുടെ പേര് പലയിടത്തും വരെ സീറ്റ് കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടുംപടി നടന്നു, സീറ്റ് കൊടുക്കരുത്. സിറ്റിംഗ് മണ്ഡലം നഷ്ടപ്പെടുത്തി. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചു, അവിടെയും പരാജയപ്പെട്ടു. 2 പരാജയങ്ങളെ നേരിട്ടു. ഇനി 5 വർഷക്കാലങ്ങൾ അധികാരങ്ങളില്ലാതെ ജനങ്ങൾക്കിടയിൽ ജനസേവനം ചെയ്യണം. CR മഹേഷും PC വിശ്വനാഥും ജ്യോതികുമാർ ചാമക്കാലയും അടക്കമുള്ള എത്രയോ പേർ 5 വർഷക്കാലങ്ങൾ മണ്ഡലങ്ങൾ നോക്കിയിട്ടാണ് വീണ്ടും സീറ്റ് കിട്ടുന്നത്. ചെങ്ങന്നൂരിലെ പരാജയത്തിന് ശേഷം PC വിശ്വനാഥ് എത്രയോ കാലം ജനസേവനവുമായി മുന്നിൽ നിന്നു. ആളുകൾക്കിടയിൽ നിന്നും അധികാര പദവികൾ ഉണ്ടായിട്ടാണോ? അല്ല. ജയിച്ചു വന്നവർക്ക്, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി ജീവിതം ഹോമിച്ചവർക്ക് സീറ്റ് കൊടുക്കണം. 100%. ആകെ 140 സീറ്റുകളേ ഉള്ളൂ.
ലക്ഷക്കണക്കിന് അണികളുണ്ട്, നേതാക്കന്മാർക്ക്, എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ സാധിക്കില്ല. എന്നും ഒരു മുഖങ്ങൾ മതിയോ എന്ന് ചോദിക്കുന്നവർക്ക് പോരാ. ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് താൻ വന്ന് മത്സരിച്ചോളൂ. മത്സരിച്ച് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അട്ടിമറികളോ ഒന്നും പ്രതീക്ഷിക്കാൻ, റിസ്ക് എടുക്കാൻ പറ്റില്ലെന്നേ UDF. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 3-4 MP മത്സരിക്കും. കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല. അടൂർ പ്രകാശ് ഇല്ലെങ്കിൽ കോന്നി കിട്ടില്ല, കെ സുധാകരൻ ഇല്ലെങ്കിൽ കണ്ണൂർ കിട്ടില്ല. തിരുവനന്തപുരത്ത് ഇപ്പോഴും എത്ര സീറ്റുകൾ അവർക്ക് നേടാൻ സാധിക്കുമെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. നിലവിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ്, നിലവിൽ പുറത്തു വരുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിച്ചാൽ ഒറ്റ മണ്ഡലമെന്ന് ഞാൻ പറയും, വട്ടിയൂർക്കാവ് ഒഴിച്ച് വേറെ എങ്ങും ഒരു 100% ഉറപ്പിലേക്ക് അവർക്ക് പോകാൻ സാധിക്കില്ല. വട്ടിയൂർക്കാവിൽ പോകും. കാരണം വട്ടിയൂർക്കാവിന്റെ മുരളിയെ വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ ഒരു പക്ഷേ വിജയിച്ച് കയറാൻ UDF സാധിച്ചേക്കും. ഇപ്പോൾ പറയുന്നു ശബരിനാഥനോട് തിരിച്ച് അരുവിക്കരയിലേക്ക് ചെല്ലാൻ. ശബരിനാഥന്റെ പേര് എവിടെയൊക്കെ കിട്ടും, നിയമത്തിൽ കിട്ടും. ശബരിനാഥൻ അരുവിക്കരക്കാരനല്ലേ? അല്ലേ? താങ്കളുടെ മണ്ഡലമല്ലേ? ഒരു 2 കൊല്ലം മുമ്പ് G. കാർത്തികേയന്റെ മകനല്ലേ? ശബരിനാഥന്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കണ്ട, മെറിറ്റ് നിങ്ങൾ എടുക്കണ്ട. കാർത്തികേയന്റെ മകനോട് 2 വർഷമായി ആ മണ്ഡലം തന്നെ നോക്കി നിൽക്കണം, നീ ആ മണ്ഡലത്തിൽ തന്നെയാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ആ മണ്ഡലം നോക്കി നിൽക്കില്ലായിരുന്നു. അയാൾ അവിടെ നിന്ന് മറ്റിടത്തേക്ക് കൊണ്ടുപോകുന്നു, ഇവിടേക്ക് കൊണ്ടുപോകുന്നു. എന്താണ് ഇവർ UDF കാണിക്കുന്നത്? എന്തിനാണ് ഈ അനാവശ്യമായ വിവാദങ്ങൾ? സുധാകരനും അടൂർ പ്രകാശിനും സീറ്റ് കൊടുത്താൽ ഈ പറയപ്പെടുന്ന ശിവഗിരി മഠത്തിന് ഇപ്പൊ പിണങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇവിടുത്തെ ഈഴവ സമുദായത്തെ പിണക്കിക്കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? എന്താ ഇപ്പൊ വലിയ ആദർശത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ആദർശം എന്ന പേരുള്ള ഒരു സുഹൃത്ത് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ജാതി സംഘടനകളും സഭകളും മാധ്യമങ്ങളും സീറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ള സീറ്റുകളിൽ പാർട്ടി സീറ്റ് പ്രഖ്യാപിക്കട്ടെ, ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ എന്ന്. ഈ പ്രാതിനിധ്യം പാർട്ടി കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ ജാതി സംഘടനകൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. പ്രാതിനിധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് KPCC പുനഃസംഘടിപ്പിച്ചപ്പോൾ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനിയെ KPCC അധ്യക്ഷനും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഷാഫി പറമ്പിലിനെ വൈസ് പ്രസിഡന്റും SC/ST കമ്മ്യൂണിറ്റിയിൽ നിന്ന് KP അനിൽകുമാറിനെ വൈസ് പ്രസിഡന്റും അതുപോലെ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് PC വിശ്വനാഥിനെ വൈസ് പ്രസിഡന്റും ഈ പറയപ്പെടുന്ന UDF കൺവീനറാക്കി ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അടൂർ പ്രകാശിനെ നിങ്ങൾ എന്തിനാണ് വെച്ചത്? അപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ബാലൻസിങ് നോക്കാമായിരുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോ ഈഴവനും നായർക്കും ഇസ്ലാമിനും ഈ പറയപ്പെടുന്ന ക്രൈസ്തവ സഭകളിലെ എല്ലാ സഭകൾക്കും പുലയനും പറയനും കുറവനും ഒക്കെ ജാതി നോക്കി നിങ്ങൾ സീറ്റ് വിഭജിച്ച് കൊടുക്കണമെന്നേ. പ്രാതിനിധ്യം വേണം, നായർക്കും നാടാർക്കും വേണം, എല്ലാവർക്കും കൊടുക്കണം നിങ്ങൾ. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സമുദായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ നിലപാട് പറയണം. ഇവിടെ ഏറ്റവും കൂടുതൽ സമുദായ സംഘടനകളെ പ്രീണിപ്പിച്ചു നിർത്തുന്ന പ്രസ്ഥാനം LDF ആണ്. സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും ഒരുപോലെ LDF ഇഷ്ടം നിങ്ങൾ വിചാരിക്കുന്ന പോലെ പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. 10ഓളം മന്ത്രിമാർ, നായന്മാർ, കീ പോസ്റ്റിലിരിക്കുന്ന മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും അടക്കം ഈഴവ വിഭാഗം. സ്നേഹം കൂടില്ലേ? ഇതൊക്കെ തുറന്നു പറയാൻ പറ്റില്ല. കാരണം അത് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആയി പോയല്ലോ. മാഷാ അള്ളാ സ്റ്റിക്കർ പതിച്ച് ഇന്നോവ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലിട്ട് വന്നേക്കാമെന്ന പേടി പലർക്കും ഉണ്ട്. എന്തായാലും ഇലക്ഷൻ കഴിയുന്നവരെ വരില്ല, അതുവരെ പറയാം. അത് കഴിയുമ്പോൾ ചിലപ്പോൾ നോക്കി വെച്ചിട്ട് വരുമായിരിക്കും. കൊല്ലത്ത് നിന്നൊരു ഗുണ്ടാ നേതാവിനെ കുത്തി വളർത്തിയതുപോലെ ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ എവിടെയെങ്കിലുമൊക്കെ ചത്ത് കിടക്കുന്നു എന്ന് ചിലപ്പോൾ കേൾക്കേണ്ടി വരും. എങ്കിലും പറയാതിരിക്കാൻ സാധിക്കില്ല. UDF ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കിട്ടിയ അവസരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.